കോട്ടയം മുട്ടമ്പലത്തെ സ്കൈലൈൻ വില്ലയിലും മാങ്ങാനത്ത് വെൽനസ് ക്ലിനിക്കിലും മോഷണം നടത്തിയ മുഖ്യപ്രതിയെ ഗുജറാത്തിൽ നിന്നും കോട്ടയം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 9-ാം തീയതി പുലർച്ചെ 2 മണിക്കും 6:30ക്കും ഇടയിലുള്ള സമയം മാങ്ങാനം സ്കൈലൈൻ വില്ലാസിലെ 21-ാം നമ്പർ വില്ലയുടെ മുൻവശം വാതിലിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി കിടപ്പുമുറിയിലുണ്ടായിരുന്ന ഇരുമ്പലമാരയുടെ പൂട്ട് പൊളിച്ച് സേഫിൽ സൂക്ഷിച്ചിരുന്ന വിവിധ ഫാഷനുകളിലുള്ള മാലകൾ, നെക്ലസുകൾ, വളകൾ, മോതിരങ്ങൾ, കമ്മലുകൾ ഉൾപ്പെടെ 36 ലക്ഷം രൂപ വില വരുന്ന 50.25 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിലെ പ്രതിയാണ് പിടിയിലായത്. കോട്ടയം ഡിവൈഎസ്പി അനീഷ് കെ.ജിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന കേസിലെ പ്രതി മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ ഗാധ്വാനി താലൂക്കിൽ ജംദ ഗ്രാമത്തിൽ മഹേഷ് എന്ന് വിളിക്കുന്ന ഗുരു സജിനെയാണ് ഗുജറാത്തിൽ നിന്നും സാഹസികമായി ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാങ്ങാനം ചെമ്പകശ്ശേരിപ്പടി ഭാഗത്തുള്ള ആയുഷ് മന്ത്ര വെൽനസ് ക്ലിനിക്കിന്റെ മുൻവശം വാതിലിന്റെ ഓടാമ്പലും കുറ്റിയും പൊട്ടിച്ച് ക്ലിനിക്കിനുള്ളിലെ റിസപ്ഷൻ ഡ്രോയിൽ സൂക്ഷിച്ചിരുന്ന 1000 രൂപ മോഷണം ചെയ്ത കേസിലെ പ്രതിയും ഇയാളാണെന്ന് പോലീസ് സംഘം കണ്ടെത്തി. CCTV ദൃശ്യങ്ങളിൽ നോർത്ത് ഇന്ത്യൻ സ്വദേശികളാണ് മോഷണം നടത്തിയതെന്ന നിഗമനത്തിൽ സമാന സ്വഭാവമുള്ള സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും 2016-ൽ കർണാടകയിൽ രാമദുർഗ സ്റ്റേഷനിൽ നടന്ന സമാന സ്വഭാവമുള്ള കേസിലെ പ്രതികളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തതിലാണ് ഗുരു സജ്ജനിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ക്രിമിനൽ സ്വഭാവമുള്ളവരും പോലീസിനോട് നേർക്കുനേർ സംഘട്ടനത്തിൽ ഏർപ്പെടുന്നവരും താമസിക്കുന്ന പ്രദേശമായ മധ്യപ്രദേശിലെ ജംദ വനപ്രദേശത്ത് താമസിക്കുന്ന പ്രതിയെ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യുക എന്നത് ദുഷ്കരമായ കാര്യങ്ങളായിരുന്നു. അന്വേഷണത്തിൽ ഗുരു സജൻ ഇവിടെ ഇല്ലെന്നും ഗുജറാത്തിൽ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നും മനസ്സിലാക്കിയ ഈസ്റ്റ് പോലീസ് സംഘം ഗുജറാത്തിലേക്ക് തിരിച്ചു. ഗുജറാത്തിൽ പ്രതി ജോലി ചെയ്യുന്ന കമ്പനിക്ക് സമീപം കുടുംബമായി താമസിക്കുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഇയാളുടെ താമസ സ്ഥലം കണ്ടെത്തി അതിസാഹസികമായാണ് പോലീസ് സംഘം പ്രതിയെ പിടിച്ചത്. 2016-ൽ കർണാടകയിൽ സ്വർണം മോഷ്ടിച്ച കേസിലും ട്രഷറി ആക്രമിച്ച് പിസ്റ്റൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ മോഷ്ടിച്ച കേസിലും ഇയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ വാറന്റ് നിലവിലുമുണ്ട്. 2023-ൽ ആലപ്പുഴയിലും കോട്ടയത്തും മോഷണം നടന്നതിന് അടുത്ത ദിവസം തൃശൂരിലും ഇയാൾ മോഷണം നടത്തി. കോട്ടയം ജില്ലാ ഫിംഗർ പ്രിന്റ് ബ്യൂറോ സംഭവസ്ഥലത്തു നിന്നും കണ്ടെടുത്ത പ്രതിയുടെ ഫിംഗർ പ്രിന്റ് ഇയാളിലേക്ക് എത്തുന്നതിന് ഏറെ സഹായകമായി. ഇയാൾക്കൊപ്പമുള്ള മറ്റു പ്രതികൾക്കായും പോലീസ് അന്വേഷണം നടത്തിവരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.